മൂസിയെ കഴിച്ചിട്ട് വയ്യോടെ എന്തെങ്കിലും തിന്നെടുത്താ. ഞാനതിനൊന്നും ഇവിടെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. എന്ത് ഇജൊന്നും ഇവിടെ ഉണ്ടാക്കിയിട്ടില്ലെന്നാ? എന്താ ബാക്കിയുള്ളവരെന്താ കാറ്റ് മുണിയാ അവിടെ ചെയ്യണ്ടേ? അല്ല മോനെ, എന്താ ഇപ്പൊ നിങ്ങളെ പ്രശ്നം? നിങ്ങൾക്ക് തിന്നാൻ തരാതായപ്പോ നിങ്ങൾക്ക് പ്രശ്നമായില്ലേ? എത്ര ദിവസമായി ഞാൻ പറയണത് ഗ്യാസ് കഴിഞ്ഞിരിക്കണം, അതൊന്നും നിറച്ചരാന്. അത് നിങ്ങൾക്ക് പറ്റിയിട്ടില്ല. എന്നാലോ അടുപ്പ് കത്തിക്കണമെങ്കിൽ കുറച്ച് വിറകെങ്കിലും കൊടുന്നേരണം, അതും പറ്റില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യേണ്ടി? കാലം നെട്ടിച്ച് അടുപ്പി കുത്തിരിക്കേ. പൊന്നാരന്റെ മൂസിയ, ഗ്യാസ് കഴിഞ്ഞ് ഞാൻ അറിഞ്ഞിട്ടില്ല. 2 ദിവസം കഴിഞ്ഞ് നടക്കാന്ന് വിചാരിച്ചേ. ഇപ്പൊ എന്താ നമ്മളെ കാട്ട്? വിറക് കൊടുന്ന് തന്നാ മതിയാ? നിങ്ങളെ ഇന്ന് വേണമെങ്കിൽ ഇനിയിപ്പോ വിറകൊക്കെ കൂടുന്നാളെ. എന്നാലും ഞാൻ ഒരു കാര്യം പറയട്ടെ, എല്ലാ വീട്ടിലും പെട്ടെന്ന് നമുക്ക് എവിടേക്കെങ്കിലും പോകേണ്ട ഒരു ആവശ്യം വന്നാലോ, ഇനിയിപ്പോ പോട്ടെ, നോമ്പിനൊക്കെ നമുക്ക് അത്താഴത്തിന്റെ സമയത്തൊക്കെ എണീച്ചിട്ട് ഈ അടുപ്പ് കത്തിക്കാന്നൊക്കെ പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? അതിനാണ് എല്ലാവരും ഒരു ഈസി കുക്ക് വീട്ടിൽ വാങ്ങിക്കണം എന്ന് പറയുന്നത്. നിങ്ങളോട് എത്ര വട്ടം ഞാൻ പറഞ്ഞത് ഒന്ന് വാങ്ങി തരാന്? അപ്പൊ നിങ്ങൾക്ക് ബോധമുണ്ടായിട്ടില്ലല്ലോ. അതുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കറണ്ട് ബില്ല് കൂടുന്നു പറയുന്നുണ്ട്. അങ്ങനെ കറണ്ട് ബില്ല് ഒന്നും കൂടുന്നില്ല. ഉപയോഗിക്കുന്ന ആൾക്കാരൊക്കെ നല്ല റിസൾട്ടാ പറയുന്നത്. എല്ലോടോ അതിന് ഇത്ര പെട്ടെന്ന് എന്നോട് ഈസി കുക്ക് കിട്ടുക? ആ കാര്യം ഓർത്തിട്ട് നിങ്ങൾ ബേജാറാവണ്ട. എന്തായാലും നിങ്ങൾ എ സി കുക്ക് വാങ്ങാൻ സമ്മതിച്ചല്ലോ. അപ്പൊ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് നമ്മുടെ സ്ത്രീകൾക്കൊക്കെ തീയും കരിയും പുകയും ഒന്നുമില്ലാതെ പെട്ടെന്ന് പാചകം എളുപ്പാക്കാനുള്ള ഒരു വഴിയാണ് കേട്ടോ. നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ ഇതേ നമ്പറും ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോ ഇത് പറഞ്ഞു കരുതിയിട്ടേ ഇനിയിപ്പോ തീരെ അടുപ്പും ഗ്യാസൊന്നും കത്തിക്കാണ്ടിരിക്കണ്ട കേട്ടോ. അത്യാവശ്യ സാഹചര്യങ്ങളിൽ ഉപയോഗപ്പെടുത്താവേ.